കേരളത്തിൽ നിന്ന് 14 പേർ CPI ദേശീയ കൌൺസിലിൽ. കെ പ്രകാശ് ബാബു, പി സന്തോഷ് കുമാർ എന്നിവർ സെൻട്രൽ ക്വാർട്ടയിൽ ദേശീയ കൌൺസിലെത്തി. ദേശീയ എക്സിക്യൂട്ടീവിൽ കേരളത്തിൽ 4 പേർ ഉൾപ്പെടുത്തി. നേതാക്കൾ ഇപ്പോൾ സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. വിട്ടുവീഴ്ചയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ഒരാളിൻ്റെ സേവനം വേണമെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടു. ആ ആൾക്ക് ഇളവ് കൊടുത്തു. അതൊന്നൊരു പുതിയ കാര്യമല്ല. അതൊന്നും ഒരു ഘടകത്തിൻ്റെ മാത്രം വിഷയമല്ല. അത് പാർട്ടിക്ക് അതിൻ്റെ മക്കളെ നയിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക ആൾക്ക് ഇളവ് വേണ്ടി വന്നു, ഇളവ് കൊടുത്തു, അത്രയേ ഉള്ളൂ. ഉന്മേഷ്, എന്തായാലും ബിനോയ് വിശ്വം അദ്ദേഹം സംസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അദ്ദേഹം ദേശീയ സെക്രട്ടേറിയറ്റിൽ നിന്നും മാറാനുള്ള തീരുമാനം യോഗത്തെ അറിയിച്ചു. തുടർന്നാണ് അതിന് അംഗീകാരം ലഭിച്ചത്. തെരഞ്ഞെടുപ്പ് വർഷമായതിനാൽ തന്നെ കേരളത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹം സന്നദ്ധത അറിയിക്കുകയായിരുന്നു. അതേസമയം കേരളത്തിൽ നിന്നും പുതിയതായി കെ പ്രകാശ് ബാബു ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുകയാണ്. അങ്ങ് ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നു. എങ്ങനെയാണ് അപ്പോൾ ഇനി പ്രവർത്തന രംഗം ഡൽഹിയിലേക്ക് മാറ്റുമോ? ഒരു സെൻട്രൽ സെക്രട്ടേറിയറ്റിലെ മെമ്പറായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് നൽകുന്ന ചുമതല എന്താണോ ആ ചുമതലയ്ക്കനുസരിച്ച് എൻ്റെ ജോലികൾ അറേഞ്ച് ചെയ്യും. അത് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിനാണ് ചുമതലപ്പെടുത്തുന്നതെങ്കിൽ അങ്ങനെ, അല്ല സംസ്ഥാനത്തിൻ്റെ ചുമതല എന്നുള്ള നിലയിലാണെങ്കിൽ അങ്ങനെ. എങ്ങനെയാണോ ജോലി തീരുമാനിക്കുന്നത് ആ നിലയിൽ നിശ്ചയമായിട്ടും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.